മലയാള സിനിമയിലെ അഭിനയ വിസ്മയങ്ങളിൽ ഒന്നാണ് ഉർവശി. പതിറ്റാണ്ടുകളായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഓരോ കഥാപാത്രത്തിലൂടെയും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്താൻ ഈ നടിക്ക് കഴിയാറുണ്ട്. ഏറ്റവും ഒടുവിൽ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം ഉർവശിയെ തേടിയെത്തി. എന്നാൽ ആ പുരസ്കാര നേട്ടത്തെക്കാൾ ഉപരിയായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് അവാർഡ് സ്വീകരിച്ചിറങ്ങിയ ഉർവശിയോട് ഒരു ഓൺലൈൻ മീഡിയ പ്രവർത്തകൻ ചോദിച്ച ചോദ്യവും അതിന് താരം നൽകിയ പക്വതയാർന്ന മറുപടിയുമാണ്. നടൻ ഇന്ദ്രജിത്തും യുവനടി ഗൗരി നന്ദയും ചേർന്നാണ് ഉർവശിക്ക് പുരസ്കാരം കൈമാറിയത്. ഇതിന് പിന്നാലെയാണ് അനാവശ്യമായ ഒരു താരതമ്യം ആ ചോദ്യകർത്താവിൽ നിന്നും ഉണ്ടായത്. ചേച്ചിയെ പോലൊരാൾക്ക് അവാർഡ് നൽകാൻ ഗൗരി നന്ദയെ പോലൊരു നടിക്ക് യോഗ്യതയില്ലെങ്കിലും ചേച്ചി അത് സന്തോഷത്തോടെ സ്വീകരിച്ചല്ലോ എന്നായിരുന്നു ചോദ്യം. ഒരു മുതിർന്ന നടിയെ ബഹുമാനിക്കുന്നു എന്ന വ്യാജേന വളർന്നു വരുന്ന മറ്റൊരു കലാകാരിയെ തരം താഴ്ത്താനുള്ള ശ്രമമായിരുന്നു ആ ചോദ്യത്തിന് പിന്നിൽ. സാധാരണഗതിയിൽ ആർക്കും ദേഷ്യം വരാവുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. എന്നാൽ ഉർവശി അവിടെ പ്രകടിപ്പിച്ചത് തന്റെ അഭിനയ ജീവിതത്തിലൂടെ താൻ നേടിയെടുത്ത പക്വതയും എളിമയുമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ആരാണ് വലുതും ചെറുതും? എല്ലാവരും നല്ലതുപോലെ പെർഫോം ചെയ്താൽ അത് ശ്രദ്ധിക്കപ്പെടും. ആ കുട്ടിയും ഒരു ആർട്ടിസ്റ്റ് തന്നെയല്ലേ എന്നായിരുന്നു ഉർവശിയുടെ ആദ്യ മറുപടി. ഇത് കേവലം ഒരു മറുപടിയല്ല, മറിച്ച് സിനിമ എന്ന തൊഴിലിടത്തിൽ എല്ലാവരും തുല്യരാണെന്ന വലിയൊരു സന്ദേശമായിരുന്നു. വിഷയം അവിടം കൊണ്ട് അവസാനിച്ചില്ല. തന്റെ നിലപാടിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഉർവശി തന്റെ മുൻകാല അനുഭവങ്ങൾ പങ്കുവച്ചു. സിനിമയിലെ താരപദവി എങ്ങനെയാണ് ഇത്തരം ചടങ്ങുകളിൽ പലപ്പോഴും അനാവശ്യമായി കണ്ടുവരുന്നത് എന്ന് ഉർവശി ചൂണ്ടിക്കാട്ടി. പണ്ടൊരു അവാർഡ് ദാന ചടങ്ങിൽ മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിൽ ഉണ്ടായിരുന്നിട്ടും തനിക്ക് അവാർഡ് നൽകിയത് അന്ന് പുതുമുഖമായിരുന്ന കുഞ്ചാക്കോ ബോബനായിരുന്നു എന്ന് താരം അനുസ്മരിച്ചു. മമ്മൂട്ടിക്കും മോഹൻലാലിനും എനിക്ക് അവാർഡ് തരാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് വല്ല മാനക്കേടുമുണ്ടെങ്കിൽ ഗൗരിയെ പോലൊരാളിൽ നിന്നും അവാർഡ് വാങ്ങാൻ എനിക്കൊരു മാനക്കേടുമില്ല എന്ന് ഉർവശി പറയുമ്പോൾ അതൊരു നടിയുടെ അഹങ്കാരമല്ല, മറിച്ച് കലയോടുള്ള അവരുടെ അർപ്പണബോധമാണ് വ്യക്തമാക്കുന്നത്. അവാർഡ് നൽകുന്നത് ആരാണ് എന്നതിലല്ല, മറിച്ച് ആ അവാർഡ് എന്തിനാണ് ലഭിച്ചത് എന്നതിലാണ് കാര്യം. സിനിമയിൽ ജൂനിയർ സീനിയർ വിവേചനം ഉണ്ടാകുന്നത് സർഗാത്മകതയെ ബാധിക്കുമെന്ന് ഉർവശി പറയാതെ പറഞ്ഞു. തന്റെ നിലപാടുകൾക്ക് ആക്കം കൂട്ടാൻ മറ്റൊരു അനുഭവവും ഉർവശി പങ്കുവച്ചു. മുതിർന്ന നടി ഷീലയ്ക്ക് അവാർഡ് നൽകിയപ്പോൾ മമ്മൂട്ടി നേരിട്ട് വരികയും തന്നെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ സമ്മതിക്കാതെ തന്റെ സാന്നിധ്യം കൂടി അവിടെ ആവശ്യപ്പെടുകയും ചെയ്ത അനുഭവം അവർ ഓർത്തെടുത്തു. മുതിർന്ന കലാകാരന്മാർ എപ്പോഴും പുതിയ തലമുറയെയും സഹപ്രവർത്തകരെയും ബഹുമാനിക്കണമെന്ന മമ്മൂട്ടിയുടെ ആ മാതൃക തന്നെയാണ് താനും പിന്തുടരുന്നത് എന്ന് ഉർവശി പറയാതെ പറഞ്ഞു. വിവാദങ്ങൾക്കിടയിലും ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ ഉർവശിയുടെ പ്രകടനത്തെ തള്ളിക്കളയാനാവില്ല. രാജമ്മ എന്ന കഥാപാത്രമായി ഉർവശി ജീവിക്കുകയായിരുന്നു. പാർവതി തിരുവോത്തുമായുള്ള കോമ്പിനേഷൻ സീനുകളിലൊക്കെ ഉർവശിയിലെ തഴക്കമുള്ള നടി വിസ്മയിപ്പിച്ചു. ദുഃഖവും ദേഷ്യവും നിസ്സഹായതയും ഒരേപോലെ മുഖത്ത് മിന്നിമറയുന്ന ഉർവശി മാജിക് ഈ അവാർഡിന് ഏറ്റവും അർഹമായ ഒന്നാണ്. അവാർഡ് നൽകാൻ ആര് വന്നാലും ആ പ്രതിഭയുടെ മാറ്റ് കുറയുന്നില്ല. ഈ വിവാദം മാധ്യമ പ്രവർത്തനത്തിലെ ചില തെറ്റായ പ്രവണതകളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. വ്യൂസിനും റീച്ചിനും വേണ്ടി താരങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആധുനിക ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ പുകഴ്ത്താൻ മറ്റൊരാളെ ഇകഴ്ത്തേണ്ട ആവശ്യമില്ല. ഗൗരി നന്ദയെ പോലുള്ള വളർന്നു വരുന്ന താരങ്ങളെ ഇത്തരം വേദികളിൽ അപമാനിക്കുന്നത് കലയോടുള്ള അനാദരവാണ്. ഉർവശി തന്റെ മറുപടിയിലൂടെ ആ മാധ്യമ പ്രവർത്തകനെ മാത്രമല്ല, അത്തരത്തിൽ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗത്തെയാണ് തിരുത്തിയത്. ഉർവശി എന്ന നടിയെ മലയാളി സ്നേഹിക്കുന്നത് അവരുടെ അഭിനയം കണ്ട് മാത്രമല്ല, അവരുടെ നിലപാടുകൾ കൂടി കണ്ടിട്ടാണ്. ആരെയും നോവിക്കാതെ എന്നാൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് അവർ ആ വിവാദത്തിന് വിരാമമിട്ടു. അതിന്റെ പേരാണ് ഉർവശി എന്ന് താരം പറഞ്ഞപ്പോൾ ആരാധകർ ഒന്നടങ്കം അത് ഏറ്റുപിടിച്ചു. കലയിൽ വലിപ്പച്ചെറുപ്പമില്ലെന്നും അവാർഡ് നൽകുന്ന കൈകളേക്കാൾ അതിന് പിന്നിലെ അധ്വാനത്തിനാണ് വിലയെന്നും ഉർവശി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. പുതിയ തലമുറയിലെ നടീനടന്മാർക്ക് ഉർവശിയുടെ ഈ നിലപാട് വലിയൊരു പാഠമാണ്. അഹങ്കാരമില്ലാത്ത പെരുമാറ്റവും തൊഴിലിനോടുള്ള സത്യസന്ധതയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരന് ജനഹൃദയങ്ങളിൽ എന്നും സ്ഥാനമുണ്ടാവുകയുള്ളൂ.